ഇത് നമ്മൾ എടുത്ത പോത്തുകളിൽ ഏറ്റവും ലേശം വലിപ്പമുള്ളൊരു പോത്തുംകുട്ടിയാണ്. ഇത് നമ്മളിപ്പോൾ പോത്തിനെ എടുത്തിട്ട് ഏകദേശം 4 മാസം ആവാൻ പോകുന്നു. ഇത് മാർച്ച് മാസം ലാസ്റ്റ് മാർച്ച് 29 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ 2 മാസത്തിന് ശേഷം എന്തോരം ഇവൻ മാറി എന്നുള്ളതാണ് മൊത്തത്തിൽ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മുടെ കയ്യിൽ പോത്ത് എടുത്തിട്ട് 4 മാസം ആവാൻ പോകുന്നു. ഈ ഒരു വീഡിയോ മാർച്ച് 29 എടുത്തതാണ്. അതായത് ഏപ്രിൽ മെയ് ജൂൺ തുടങ്ങി, അതായത് ഏകദേശം ഒരു 2 മാസത്തിൻ്റെ റേഞ്ചിലുള്ള മാറ്റമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ആദ്യമേ തന്നെ പറയാം, നമ്മുടെ പോത്തുകളെ എല്ലാം ചെറുപോത്തുകളെല്ലാം പാടത്തായിരുന്നു, അറ്റത്തായിരുന്നു. നമ്മളിപ്പോൾ ഒരു 10-25 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസമായിട്ടാണ് നമ്മൾ തൊഴുത്തിൽ കയറ്റി തുടങ്ങി. എല്ലാ ദിവസവും കൈത്തീറ്റകൾ ഒരു നേരം വെച്ച് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയുണ്ട്? ഇവനാണ് ലേശം വലിപ്പമുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടോ ഉള്ളത് പറയാമല്ലോ. അപ്പോൾ ഇവൻ്റെ ഒരു മാറ്റം ഏകദേശം 2 മാസത്തിന് ശേഷം ഇവൻ്റെ വളർച്ച കണ്ടോ നിങ്ങൾ? ഏകദേശം ഞാൻ പറയുന്നു ഒരു 20 ദിവസമായിട്ടുള്ള കേട്ടോ, അല്ലെങ്കിൽ ഒരു 20-22 ദിവസമായിട്ടുള്ള കൈത്തീറ്റകൾ കൊടുത്തു തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഇവർ സെറ്റായി തുടങ്ങിയിരിക്കുന്നു, വളർച്ച കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു പോത്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെ പോയാലും ഒരു 300 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് സിമ്പിളായിട്ട് ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന സമയത്ത് 172 കിലോനോ 174 കിലോനോ ആയിരുന്നു ഇതിൻ്റെ ലൈവ് വെയിറ്റ്. നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധകളൊന്നും 2-2.5 മാസമായിട്ട് ഒന്നും ചെയ്തിരുന്നില്ല. നമ്മൾ പാടത്ത് കൊണ്ടുപോയി കെട്ടി അവിടെ പുല്ല് തിന്ന് അവിടുത്തെ സൈഡിൽ തോട്ടിൽ പച്ചവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരെ നിർത്തിയിരുന്നു. ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം കൈത്തീറ്റകൾ ചെറിയ അളവിൽ കൊടുത്തിരുന്നു. പക്ഷേ നമ്മുടെ പോത്തുകളൊക്കെ കച്ചവടം കഴിഞ്ഞ് പോയപ്പോൾ തൊഴുത്ത് ഫ്രീ ആയപ്പോൾ നമ്മളിത് ഇവരൊക്കെ കയറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു 2.5-3 ആഴ്ചയായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം കൈത്തീറ്റ വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇനി ലിവർ ടോണിക് ഗൃഹിണിയുടെ മരുന്ന് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഇനി ഗൃഹിണിയുടെ മരുന്ന് കൊടുക്കണം. ചെറിയ തോതിൽ സപ്ലിമെൻറ്റ്സ് കൊടുത്തു തുടങ്ങണം. പിന്നെ കൈത്തീറ്റകൾ നമ്മൾ ഞാൻ എല്ലാ ദിവസവും റെഗുലറായിട്ട് കൊടുക്കും. ആദ്യം ഞാൻ കൊടുന്ന സമയത്ത് ചെറിയ അളവിൽ മാറി 5 ദിവസം 10 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ട് ചെറിയ അളവിൽ കൊടുത്തിരുന്നു. പിന്നെ നമുക്ക് ഒരു 1-1.5 മാസം തീരെ നോക്കാൻ പറ്റാണ്ടായി. നമ്മുടെ വലിയ പോത്തുകൾ സെറ്റാക്കുന്നു. ലാസ്റ്റ് ടൈമിലായതുകൊണ്ട് തന്നെ പുല്ലിന് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ടും പാടത്തിൻ്റെ ഒരു അറ്റത്ത് കൊണ്ടുപോയി കെട്ടി അവിടെ ഒതുക്കി കെട്ടി തണച്ച് കെട്ടി വെള്ളം കുടിക്കാൻ പച്ചവെള്ളം കൊടുക്കാൻ വല്ല മാർഗ്ഗങ്ങളൊക്കെ നോക്കി അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു ഇവരെ നിർത്തിയിരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും പോത്തുകുട്ടികളൊക്കെ ചന്തകളിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഇപ്പോൾ പാടത്ത് പുല്ലും പറമ്പിൽ പുല്ലൊക്കെ കാണുമ്പോൾ ഒത്തിരി വ്യഗ്രതയുണ്ട്. ദയവ് ചെയ്ത് ഓടിച്ചാടി കയറി ചന്തയിൽ കയറി ചെറിയ പോത്തുകുട്ടികളെ വാങ്ങിച്ച് കാശ് കളയണ്ട. ഞാൻ പറയാൻ 1-2 മാസം നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ പോത്തിനെ 4 മാസം മുന്നാണ് എടുത്തത്. പക്ഷേ എനിക്ക് 2-3 പോത്ത് എപ്പോഴും ചെറുത് കയ്യിലുണ്ടായേ പറ്റൂ. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇനി ചെറുപോത്തുകൾ അധികം നിങ്ങൾ ധൃതി പിടിച്ചെടുക്കാതിരിക്കുക. ഇപ്പോൾ 20, 25, 28, 27, 22 ഒക്കെ കൊടുത്ത് പോത്തുങ്ങളെ വാങ്ങിക്കുന്നതിന് പകരം ഒരു 4-5 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞ് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ നമുക്കൊരു 40 രൂപയുടെ റേഞ്ചിൽ നല്ല പോത്തുകളെ ഇപ്പോൾ നമ്മളൊരു കൊല്ലം നോക്കിയാൽ ഇപ്പോഴത്തെ പോത്തും കുട്ടികളെ ഒരു കൊല്ലം നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു വളർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പോത്തും കുട്ടികളെ പോത്തിനെ കിട്ടും. ജസ്റ്റ് ഒരു 4-5 മാസം നോക്കി നമുക്ക് സിമ്പിളായിട്ട് കൈ നനയാണ്ട് മീൻ പിടിക്കാം. ഇനി പരമാവധി പണി കുറയ്ക്കാനുള്ള സെറ്റപ്പ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആഡാക്കി തുടങ്ങിയിട്ടുണ്ട്, ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കയ്യിലൊരു പോത്തുണ്ട്, ഇതിനെങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒത്തിരി വളർത്തുന്ന ആളുകളുടെ തന്നെ സംവിധാനത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അത്. ഇപ്പോൾ ഇതിൽ പോത്തിനെ വളർത്തുന്ന ഒരു ഒറ്റ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. കച്ചവടമോ സെയിൽ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളൊരു പോത്തിനെ എടുത്ത് വളർത്തി വലുതാക്കുക. അതിനെ നമ്മുടെ കയ്യിൽ പോത്തിന് കിട്ടി തുടക്കം തൊട്ട് അവസാനം വരെ ഇത് എന്തോരം വളർന്നു, ഇത് എത്ര പൈസ ചോദിക്കുക, എത്ര പൈസ കിട്ടും, ഇത് ഏകദേശം എത്ര ലൈവ് വെയിറ്റ് ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് ടൈമിൽ എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ് ടൈമിൽ എന്തൊക്കെ ചെയ്യണം, ഇത് ഈ പോത്തും കുട്ടി എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും പോത്തിന് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ചേട്ടാ ഈ പോത്ത് വളരെ നമ്മുടെ ഗ്രൂപ്പിലിട്ട് ചോദിക്കാം നമുക്ക്. അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു പോത്ത് വളർത്തൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഈ കൊല്ലം 2026 പോത്ത് കർഷകർക്ക് ഒട്ടനവധി കർഷകർക്ക് നല്ല രീതിയിൽ വില കിട്ടിയിട്ടുണ്ട്. അതുമാതിരി തന്നെ പോത്തുകുട്ടികൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് മൂവിങ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.